ഈ പദം മലയാളം നിഘണ്ടുവിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രയോഗം എങ്ങനെയാണ്? ഇംഗ്ലീഷ് പദങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. ഞഞ്ഞാപിഞ്ഞ അർത്ഥമില്ലാത്തൊരു വാക്കാണ്. ഈ വാക്ക് മലയാളത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഏറ്റവും ആധികാരികമായി കണക്കാക്കപ്പെടുന്ന മലയാള നിഘണ്ടുവായ ശബ്ദതാരാവലിയിൽ പോലും ഈ വാക്ക് കാണുന്നു. ശബ്ദതാരാവലി പ്രകാരം അസംബന്ധ പ്രലാപം, വല്ലതും കുറച്ച് എന്നീ രണ്ടർത്ഥങ്ങൾ കാണുന്നു. നോക്കാം ഇതിൻ്റെ മറ്റർത്ഥങ്ങളും പ്രയോഗവും ഇംഗ്ലീഷ് വാക്കുകളും. 1. അർത്ഥമില്ലാത്ത സംസാരം അല്ലെങ്കിൽ ഒഴികഴിവുകൾ, ഇംഗ്ലീഷിൽ നോൺസെൻസ് അല്ലെങ്കിൽ എക്സ്ക്യൂസസ്. വ്യക്തമല്ലാത്തതോ യുക്തിയില്ലാത്തതോ ആയ ന്യായീകരണങ്ങൾ പറയുന്നതിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, ഇനി തോറ്റതിന് ഞഞ്ഞാപിഞ്ഞ പറഞ്ഞു വരരുത്. ഡോണ്ട് കം വിത്ത് നോൺസെൻസ് എക്സ്ക്യൂസസ് ആഫ്റ്റർ ലൂസിങ്. 2. വ്യക്തതയില്ലാത്ത സംസാരം, വെയ്ഗ് അല്ലെങ്കിൽ അൺക്ലിയർ ടോക്ക്. കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്ന രീതിയിലുള്ള സംസാരത്തെയും ഇതിലൂടെ അർത്ഥമാക്കുന്നു. 3. അലസമായ, ഉപയോഗശൂന്യമായത്, വർത്ത്ലെസ് അല്ലെങ്കിൽ ട്രാഷി സ്റ്റഫ്. ചില സന്ദർഭങ്ങളിൽ വില കുറഞ്ഞ അല്ലെങ്കിൽ ഗുണമില്ലാത്ത വസ്തുക്കളെയും സൂചിപ്പിക്കാറുണ്ട്. ചുരുക്കത്തിൽ, അനാവശ്യമായ അല്ലെങ്കിൽ അർത്ഥശൂന്യമായ വർത്തമാനങ്ങളെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക്, അതായത് ഞഞ്ഞാപിഞ്ഞ, ഉപയോഗിക്കുന്നത്.